എൻ്റെ ഈ ഒരു അവസ്ഥയിൽ എനിക്കിതൊക്കെ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. എന്നത് കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നെ കാക്കണം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആദ്യമേ പറയുകയാണ്, വെളിയിൽ നല്ല മഴയാണ്. അപ്പം സൗണ്ടിൻ്റെ പ്രശ്നമുണ്ടാവും. അപ്പോൾ അതെല്ലാവരും ക്ഷമിച്ച് വീഡിയോ കണ്ട് മാക്സിമം സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഇന്നൊരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു ചെറിയൊരു ലൈറ്റാണ് അൺബോക്സിങ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് ഒരു എന്താ പറയുക, ഒരു വിളക്ക് പോലെയായിട്ടാണ് ആ ഒരു ലൈറ്റ് ഇരിക്കുന്നത്. കടയിലെ ആവശ്യത്തിനായിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഞാൻ രാവിലെ കട തുറക്കുമ്പോൾ വിളക്ക് കത്തിക്കാനായിട്ടുള്ളൊരു പാടുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഒരു ലാമ്പ് ഓർഡർ ചെയ്തത്. കണ്ടപ്പോൾ വളരെ മനോഹരമായിട്ട് തോന്നി. മീഷോയിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത്. വലിയ വിലയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കൂടി തന്നെയാണ് ഞാൻ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചത്. റോഡ് സൈഡിൽ നിന്നായത് കൊണ്ട് കട വീട്ടിലേക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാവും. എല്ലാവരും ക്ഷമിക്കണം. പിന്നെയുള്ള വീഡിയോകളൊക്കെ ഇതുപോലെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എനിക്ക് മൈക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര പാടാണ്. കാരണം മൈക്ക് ഞാൻ 2-3 ഓർഡർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും എൻ്റെ ഈ ഒരു ഫോണിനകത്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ വില കൂടിയ മൈക്കൊന്നും ഇപ്പോൾ വാങ്ങിക്കാനായിട്ട് പറ്റാത്തത് കൊണ്ട് ഇതൊരു പേയ്മെൻറ്റ് കിട്ടിയിട്ട് വാങ്ങിക്കാമെന്നുള്ള രീതിയിലാണ് ഇങ്ങനെ പിടിച്ചിരുന്നത്. അപ്പോൾ ഇതുവരെയായിട്ട് വാങ്ങാനായിട്ട് കഴിഞ്ഞില്ല. വാങ്ങി മൈക്കുകളൊക്കെ എൻ്റെ ഈ ഫോണിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നതുമില്ല. അപ്പോൾ ആ ഒരു വിളക്ക് കണ്ടപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് വാങ്ങിക്കാമെന്ന് കരുതിയത്. അപ്പോൾ എത്ര നല്ലതായിട്ടുണ്ടാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. മീഷോയിലെ പാക്കിങ് ഭയങ്കര മോശമാണ് അല്ലേ? അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ പല പ്രോഡക്റ്റുകളും മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പാക്കിങ് വളരെ കഷ്ടം തന്നെയാണ്. എല്ലാ ഓൺലൈൻ ഷോപ്പുകളിനെ അപേക്ഷിച്ച് മീഷോ കണ്ടില്ലേ ഈ ഒരു പ്രോഡക്റ്റ് വന്നിരിക്കുന്നത്? ഞാനിങ്ങി ഒരു പരുവായി കണ്ടിട്ട് പഴയ കണക്ക് തോന്നുന്നുണ്ട്. മുഖം കാണാൻ പറ്റുന്നില്ലേ? സംഭവമുണ്ട്. സംഭവം ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇനി കത്തുമില്ല നമുക്ക് വലിയ അറിയാം. പൊട്ടിച്ച് കളിക്കാനുള്ള ഐറ്റം ഇഷ്ടം പോലെ നമുക്കുണ്ട് കേട്ടോ. പണ്ട് ഈ ഒരു സാധനം കിട്ടാനായിട്ട് കിടന്ന് ഓടിയിട്ടുണ്ട്. പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടിച്ച് അല്ലേ? അപ്പോൾ ഇത് കളിച്ചിട്ടുണ്ടല്ലോ, അത് കമൻറ്റായിട്ട് അറിയിക്കണേ. ഇപ്പോഴും കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ അമ്മയിടയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ കൊണ്ടുപോകണം. അതൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് പൊട്ടിക്കാൻ. എനിക്ക് ഒരുമിച്ച് പൊട്ടിക്കുന്നതിനെക്കാട്ടി നല്ലത് ഓരോന്നോരോന്ന് ഇങ്ങനെ പൊട്ടിക്കുന്നതല്ലേ. ഇപ്പം മോക്കും ഭയങ്കര ഇഷ്ടമായിട്ടിരിക്കുകയാണ്. ചേട്ടൻ്റെ മോളുണ്ട് ലജ്യ. അപ്പോൾ അവൾക്കും ഭയങ്കര ഇഷ്ടമായിട്ടിരിക്കുകയാണ് ഇങ്ങനെ പൊട്ടിച്ച് കളിക്കാനായിട്ട്. അപ്പോൾ ഇതെന്തായാലും നമുക്ക് മാറ്റി വയ്ക്കാം. വെറുതെ ഇരിക്കും, പൊട്ടിച്ച് കളിക്കാം. ഇതാണ് ഗൈസ് ഐറ്റം. സംഭവം ഇതിൻ്റെയാണ് ഞാൻ വാങ്ങിച്ചത്. 2 നില ആയിട്ടാണ് ഇരിക്കുന്നത്. 2, 3, 4 ഒരു നിലയായിട്ടുള്ളതുണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ റേറ്റ് ആയിട്ടാണ് മീഷോയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് 2 നിലയായിട്ട് 2 ഫ്ലോട്ടായിട്ടുള്ള സാധനമാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെയൊന്നും ഒരു ലൈറ്റൊക്കെ അകത്ത് കയറി പോയിട്ടുണ്ട്. അത് ഇനി എടുത്ത് പുറത്തോട്ടാക്കാനായിട്ടുണ്ട്. അത് ഈ പാക്കിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഈ സംഭവമൊക്കെ നശിച്ച് പോകുന്നത്. ഇത് പാക്ക് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് കച്ചറയിലൊക്കെ ഇട്ട് കൊണ്ടുവരുമ്പോഴാണ് ഈ ഓരോ പ്രശ്നം. ഒരുപാട് ഡാമേജുകൾ വരുന്നുണ്ട് മീഷോയിലെ പ്രോഡക്റ്റിൽ. ഞാൻ ഒരുപാട് പ്രോഡക്റ്റുകൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊക്കെ ഈ പാക്കിങ് ഭയങ്കര മോശമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ പാക്കിങ്ങിൻ്റെ മോശമുള്ളത് കൊണ്ടാണ് ഈ ഒരു ലൈറ്റ് ഇതിനുള്ളിലേക്ക് കയറിപ്പോയത്. പക്ഷേ നമുക്ക് എടുത്ത് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തിരിച്ച് കൊടുക്കുന്നതൊന്നുമില്ല. അപ്പോൾ ഇത് ലൈറ്റ് കത്തൂല്ലെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കൊടുക്കുകയൊന്നും വേണ്ട. ഇവിടെ നമുക്ക് ആവശ്യമായിട്ട് ഉപയോഗിക്കാൻ തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്തത്. റിട്ടേണൊന്നും ഞാൻ കൊടുക്കുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കത്തിച്ച് നോക്കാം. എൻ്റെ കേബിളിൻ്റെ കുറച്ചും കൂടി നീളം തരാമായിരുന്നു. ഈ ഒരു കേബിളുണ്ടല്ലോ,
ഇതിൻ്റെ കേബിളിന് കുറച്ചും കൂടി നീളം തരായിരുന്നു, കുറച്ച് നീളം കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ കൊള്ളാം, നല്ല അട്രാക്റ്റീവായിട്ടുള്ള കളർ തന്നെയാണ് അത് കൊടുത്തിട്ടുള്ളത്. ഈ ലൈറ്റ് എങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ ഈ ലൈറ്റിൻ്റെ വയറൊക്കെ സ്വിച്ച് ബോർഡിലോട്ട് കൊടുത്ത് ഇട്ടിട്ടുണ്ട്. ലൈറ്റ് ഇട്ടിട്ടില്ല, കത്തോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. ലൈറ്റ് ഇടാൻ വേണ്ടി പൊട്ടി തെറിക്കോ എന്നും എനിക്കൊന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും ലൈറ്റ് ഇടാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു കടയുടെ സൈഡിലായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വിളക്ക് കത്തിക്കാനായിട്ട് വയ്ക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെയായിട്ടാണ് വിളക്കൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയായിട്ട് ലൈറ്റ് വയ്ക്കാമെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ഇവിടെയായിട്ട് ഈ ഒരു സൈഡിലായിട്ട് സ്വിച്ച് ബോർഡുണ്ട്. നമ്മൾ ചെറുതായിട്ടൊരു കേബിൾ വലിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം കൃഷ്ണൻ്റെ പടമാണ്. കട പാല് കാച്ചുന്ന സമയത്ത് ഗിഫ്റ്റ് കിട്ടിയതാണ്, ആരോ കൊണ്ട് തന്നതാണ്. ആരാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അത് കൊണ്ടുവന്നപ്പം അത് വെച്ചിട്ടാണ് ഇവിടെ വിളക്ക് കത്തിക്കുന്നത്. അപ്പം ലൈറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഇന്നലെ വന്ന ബൾബുകളാണ്, ഇന്നലെ ഓർഡർ കൊടുത്തപ്പോൾ വന്ന ബൾബുകളാണ്. അപ്പോൾ ഞാൻ ലൈറ്റ് ഇട്ടിട്ടോ, എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം പറയണം. ഗൈസ് കത്തിയിട്ടുണ്ട്, കണ്ടില്ലേ. തിരിച്ചുകൂടി വെച്ചിട്ടുണ്ട്, കണ്ടോ. നമുക്കിനി ഒന്ന് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം. അവിടെ ലൈറ്റ് കണ്ട് ലൈറ്റ് കിടപ്പുണ്ട്, ഒന്ന് ഓഫ് ചെയ്തിട്ട് നോക്കാം. ജസ്റ്റ് ഞാൻ ലൈറ്റ് ചെയ്തിട്ട് ഉള്ള ഇതാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ കണ്ടിട്ട് കുഴപ്പമൊന്നും ഇല്ലാത്ത കണക്കുണ്ടല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് അറിയിക്കണം.